വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വി ആർ അറ്റ് ദ മിഡ് വീക്ക്. കഴിഞ്ഞ 1-2 ദിവസങ്ങൾ നമ്മൾ അതിശക്തമായ ചില വചന സന്ദേശങ്ങൾ ബ്രദർ ഡാമിൽ നിന്ന് കേൾക്കുന്നു. ഇനിയും അതിൻ്റെ കണ്ടിന്യൂഷൻ അതിൻ്റെ അടുത്ത റെവലേഷനൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന മോട്ടിവേറ്റിംഗ് മെസ്സേജസ്. ഗോഡ് വിൽ ഗിവ് യു എ ഫ്യൂച്ചർ. ദൈവം നമ്മൾക്കൊരു ഭാവി നൽകാൻ പോവുകയാണ്. ആ ഒരു മോട്ടിവേഷന് വേണ്ടി, സ്പിരിച്വൽ മോട്ടിവേഷൻ, ചുമ്മാ ഒരു ജസ്റ്റ് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറയുന്ന ഒരു മോട്ടിവേഷൻ അല്ല, വചനത്തിൽ നിന്നുള്ള എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള നിത്യമായ ആ വചനങ്ങളിൽ നിന്നുള്ള മോട്ടിവേഷൻ നമ്മൾ ഇന്ന് ലഭിക്കാൻ പോകുന്നത്. സോ തളർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഭാവിയെക്കുറിച്ച് ടെൻഷനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഡു നോട്ട് വറി. ഇന്നത്തെ മെസ്സേജ് കേൾക്കുക. യു ഹാവ് എ ബ്ലെസ്സഡ് ഫ്യൂച്ചർ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി കർത്താവ് നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ ചെയ്യുന്ന ഒരു ആമേൻ പറഞ്ഞാൽ ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ഒരു കോ സ്പോൺസർ ഉണ്ട്, നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എലൻ റെജി ഫ്രം ദി US. താങ്ക് യു സോ മച്ച് സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. എലൻ റെജിക്ക് US PhD അഡ്മിഷൻ ലഭിച്ചതിന് നന്ദി സൂചകമായിട്ടാണ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഐ പ്രേ ദാറ്റ് ഗോഡ് വിൽ കണ്ടിന്യൂ ടു ഗിവ് യു സക്സസ് ഇൻ യുവർ സ്റ്റഡീസ്. നമുക്ക് ഒരുമിച്ച് സിസ്റ്ററിനും ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലുള്ള എല്ലാവർക്കും രോഗസൗഖ്യം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സകല കടങ്ങളും സകല കടഭാരവും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ്, ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലെസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. അപ്പോൾ തന്നെ ഇതുപോലെ നിങ്ങൾക്കും ദൈവവേലയുടെ പങ്കായി തീരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്കും എൻ്റെ ഒരു പങ്കാളിയായി തീരാം. ഗോഡ് ബ്ലെസ് യു. നേരത്തെ പറഞ്ഞ മെസ്സേജ് സീരീസിന് വേണ്ടി നിങ്ങൾ റെഡിയാകുക. കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കാണുന്ന വ്യക്തികൾ, നാളെ തേഴ്സ്ഡേ നമുക്ക് ഖത്തറിൽ വെച്ച് നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ തന്നെ മറ്റന്നാൾ ഫ്രൈഡേ നമുക്ക് ദുബായിൽ വെച്ച് നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. രണ്ടിലും ബ്രദർ ഡാമിൻ ശുശ്രൂഷിക്കുന്നതാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. ദയവായി കടന്നു വരിക. ആൻഡ് ഗോഡ് വിൽ ഡെഫിനറ്റ്ലി ടച്ച് യു പവർഫുള്ളി ഇൻ ദീസ് മീറ്റിംഗ്സ്. ഗോഡ് ബ്ലെസ് യു. നമുക്ക് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസം കർത്താവ് നമ്മെ തൊടും, അനുഗ്രഹിക്കും, സ്പർശിക്കും. ഞാൻ ഇന്നലെ ആക്ച്വലി യോഹന്നാൻ അപ്പസ്തോലൻ്റെ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. 12 ശിഷ്യന്മാർ യേശുവിനുണ്ടായിരുന്നു. അതിലൊരാൾ യേശുവിന് ഒറ്റിക്കൊടുക്കുകയും വിറ്റ് കാശ് മേടിക്കുകയും ആ കാശ് അവന് പിന്നെ റിമോഴ്സും റിഗ്രറ്റും വന്നിട്ട് ദേവാലയത്തിൽ കൊണ്ടുപോയി ഭ്രാന്ത് പിടിച്ച പോലെ എറിഞ്ഞു. അവരതെല്ലാം കൂടി വീണ്ടും പെറുക്കിയെടുത്തിട്ട് പോയി പുറജാതികൾക്കുള്ളൊരു സെമിത്തേരി മേടിച്ചു. അഖൽദമ കേട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഈ മനുഷ്യൻ പോയി കെട്ടിത്തൂങ്ങിച്ചാത്തു. രക്ഷകനെ ഒറ്റിക്കൊടുത്ത, തന്നെ ഉണ്ടാക്കിയവനെ ഒറ്റിക്കൊടുത്ത. ഐ ആം റിയലി ഇമോഷണൽ. ഐ ഡോണ്ട് വാണ്ട് ടു എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ആ മനുഷ്യൻ പോയി കെട്ടിത്തൂങ്ങിച്ചത്തു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് കയറ് പൊട്ടി താഴെ വീണ് പാറയിലടിച്ച് വയറ് പിളർന്ന് കുടൽ പുറത്തേക്ക് വന്നു. ബൈബിളിലുണ്ട്. പത്രോസ് തള്ളി പറഞ്ഞു. ശിഷ്യന്മാരെല്ലാം ചിതറി ഓടി. ഈ ശിഷ്യൻ മാത്രം പല സ്ഥലത്ത് പറഞ്ഞേക്കുവാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ, ദ ഡിസൈപ്പിൾ ഹൂം ജീസസ് ലവ്ഡ്. യേശു സ്നേഹിച്ച ശിഷ്യൻ. അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ളിൽ ഒരു യേശുവിനിങ്ങനെ പാർഷ്യാലിറ്റി ഉണ്ട്. 12 പേരിൽ അല്ലെങ്കിൽ എല്ലാവരിലും ഒരാളെ മാത്രം പ്രത്യേകിച്ചൊരു സ്നേഹം, മറ്റുള്ളവരോടുള്ളതിനേക്കാൾ പ്രത്യേകിച്ചൊരു സ്നേഹം. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് താൻ പല പ്രാവശ്യം പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ മറുവശം എടുക്കുകയാണെങ്കിൽ മറ്റ് ശിഷ്യന്മാരെ യേശു സ്നേഹിച്ചില്ല എന്നൊരർത്ഥം കൂടെ അതിൽ കിടപ്പില്ലേ? അതൊന്നുമല്ല അദ്ദേഹം അർത്ഥമാക്കിയത്. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് ഇപ്പം മത്തായി സുവിശേഷം എഴുതിയിട്ടുണ്ട്, മാർക്കോസ് സുവിശേഷം എഴുതി, ലൂക്കോസ് സുവിശേഷം എഴുതി. ഈ 3 സുവിശേഷങ്ങളിലും യേശു സ്നേഹിച്ച ശിഷ്യൻ ആണ് യോഹന്നാൻ എന്ന് എഴുതിയിട്ടില്ല. താൻ തന്നെ എഴുതിയ സുവിശേഷത്തിൽ മാത്രമേ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് എഴുതിയിട്ടുള്ളൂ. എന്തതിൻ്റെ അർത്ഥം?
ദാറ്റ് വാസ് ഹിസ് പേഴ്സണൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഫാദർ, വിത്ത് ജീസസ്. ഈ 12 പേരിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരിലേക്കും യേശുവിൻ്റെ സ്നേഹം ഒഴുകുന്നുണ്ടെങ്കിലും ഒരാള് തുറന്ന ഹൃദയത്തോടെ ആ സ്നേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി. ആളത് ടേസ്റ്റ് ചെയ്തു, ആളത് അനുഭവിക്കുക മാത്രമല്ല ചെയ്തത്, പല പ്രാവശ്യം താൻ തന്നെക്കുറിച്ച് തന്നെ പറയുമ്പോൾ തൻ്റെ പേര് പറയാതെ താൻ പറയുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ. ഞാൻ വീണ്ടും പറയുന്നു, യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ 4:8, 1 യോഹന്നാൻ 4:16 രണ്ടിലും പറയുന്നു ദൈവസ്നേഹം തന്നെ. അതെഴുതിയതും യോഹന്നാനാണ്. യോഹന്നാൻ അല്ലാതെ വേറെ ആരും ബൈബിളിൽ 66 പുസ്തകങ്ങളിൽ എഴുതിയിട്ടില്ല. ദൈവസ്നേഹം തന്നെ എന്ന് എഴുതി ഒറ്റ ആളേ ഉള്ളൂ. എൻ്റെ അർത്ഥം, on a personal level, he started to enjoy, he started to experience, taste the love of Jesus. നിങ്ങൾക്ക് 4 മക്കളുണ്ടെന്നിരിക്കട്ടെ. ആ 4 മക്കളിൽ നിങ്ങൾക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്. തീർച്ചയായിട്ടും ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഒക്കെ തമ്മിൽ പല ഇപ്പം പെൺകുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ വാത്സല്യം വേറൊന്നാണ്, ആൺകുട്ടികളോടുള്ള ഡീലിങ്സ് വേറെയാണ്. അതിൻ്റെ അർത്ഥം സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ എന്നൊക്കെ പറയുന്നതിനേക്കാൾ സ്നേഹത്തിൻ്റെ പ്രകടനത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ. എല്ലാവരും സ്നേഹിക്കുന്നു, സാധാരണ നോർമലായിട്ടുള്ള മാതാപിതാക്കൾ എല്ലാവരും സ്നേഹിക്കും. ഏറ്റക്കുറച്ചിലുകൾ ഭയങ്കരമായി വരുത്തിയാൽ അവിടെ അടിയുണ്ടാവും, മക്കൾ തമ്മിൽ പ്രശ്നമുണ്ടാവും. കഴിഞ്ഞ ഒരു ദിവസം ദൈവം തൻ്റെ കൈകളിൽ ഉപയോഗിക്കുന്നൊരു ദൈവദാസൻ എന്നോടൊന്ന് പറയാം. എൻ്റെ അപ്പന് 3 മക്കളാണ്, 2 പെൺപിള്ളേരും ഒരാണ്. ഞാൻ മാത്രമാണായിട്ടുള്ളൂ. പക്ഷെ എന്നോട് മാത്രം എന്തോ ഒരു വല്ലാത്ത അകൽച്ചയും വിരക്തിയും. എന്നെ അവോയ്ഡ് ചെയ്തു. പെൺപിള്ളേർക്കെല്ലാം എല്ലാം കൊടുത്തു, പെൺപിള്ളേർക്കൊക്കെ വീടുണ്ടാക്കി കൊടുത്തു, എനിക്ക് മാത്രം തന്നില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ പല വീടുകളിൽ ഇതുപോലെ സംഭവിക്കാറുണ്ട്. എന്നാൽ ദൈവം സ്നേഹം തന്നെയാണ്. ദൈവത്തിൽ സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കും, ഇപ്പോഴും ഒഴുകുന്നുണ്ട്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നില്ല. ഈ സാധാരണ വിശ്വാസികൾ പോലും എപ്പോഴും പറയുന്നൊരു കാര്യം, എന്നാലും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്നാലും ദൈവം എനിക്കിത് വരുത്തിയല്ലോ, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്ക് വരുമായിരുന്നു. പറ ബ്രദർ പറ, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് എങ്ങനെ ആവൂ? ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എങ്ങനെ ആയി പോവും? ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി പോകുമായിരുന്നു ബ്രദറെ. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനിങ്ങനെ നരകിക്കുന്നു ബ്രദറെ? സമാധാനം പറ. ഒറ്റ വാക്കിലൊന്നും സമാധാനം പറയാവുന്ന കാര്യമല്ല ഇത്. ഒത്തിരി ഫാക്ടറുകൾ ഇതിൻ്റെ എല്ലാം പുറകിൽ കിടന്നുണ്ട്, ഒത്തിരി സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് കിടന്നുണ്ട്. അതെല്ലാം കൂടി ഗ്രഹിക്കാനുള്ള തലമുണ്ട നമുക്കുണ്ടോ എന്ന് സംശയമുണ്ട്. അതിനുള്ള ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കുറേയൊക്കെ ഞാൻ പറയാം, പക്ഷേ പറഞ്ഞാലും ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതവിടെ നിൽക്കട്ടെ. സാഹചര്യങ്ങൾ എന്തായിരുന്നാലും ഞാൻ ചോദിക്കട്ടെ, തല്ലും അടിയും ഇടിയും കൊണ്ട് ശരീരം മുഴുവൻ ചതഞ്ഞ്, മുഴുവൻ മുറിവുകളും ബ്രൂസസും ബ്രോക്കൺനെസ്സും ഒക്കെ ആയിട്ട് കാരാഗൃഹത്തിനുള്ളിൽ, അത് മിക്കവാറും 4 അടിയോളം മാത്രം ഹൈറ്റുള്ള ഡഞ്ചൻ പോലെയുള്ള ഭൂഗർഭ സെല്ലുകളിൽ വൃത്തികെട്ട അന്തരീക്ഷത്തിൽ കിടക്കുന്ന 2 അപ്പസ്തോലന്മാർ, പൗലോസും ശീലാസ്, പോൾ ആൻഡ് സൈലസ്. ആ സാഹചര്യത്തിൽ കൈകാലുകൾ ചങ്ങലയിലും ആമത്തിലുമൊക്കെ കിടക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് ആരാധിച്ചു എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്നേഹിക്കാനും ദൈവസ്നേഹം തിരിച്ചനുഭവിക്കാനും ദൈവത്തെ ആരാധിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നേ. ഞാൻ ചോദിക്കട്ടെ, പൗലോസ് അപ്പോസ്തലന്റെ മുമ്പിൽ ചെന്ന് നമ്മൾ നിൽക്കുക,
പൗലോസ് അപ്പോസ്തലനോട് നമ്മൾ പ്രാർത്ഥന വിഷയം പറയാം. എൻ്റെ ഭർത്താവിനെ തല്ലി, ചെലവിന് തരുന്നില്ല, മക്കളെ നോക്കുന്നില്ല, ഞങ്ങളുടെ വീട് ജപ്തിയാണ്, പൗലോസ് അപ്പോസ്തലനെ ഒന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് നല്ല ജോലിയില്ല, ഞങ്ങൾക്ക് നല്ല ഡ്രസ്സില്ല എന്നൊക്കെ പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ പറയും, എനിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു, ബെന്യാമീൻ ഗോത്രത്തിലാണ് ഞാൻ ജനിച്ച്, പരീശന, ന്യായപ്രമാണപ്രകാരം ഞാൻ കുറ്റമറ്റവനായി ജീവിച്ചു, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനായി. എൻ്റെ ക്രെഡൻഷ്യൽസ് കാണണോ നിങ്ങൾക്ക്? പക്ഷെ ക്രിസ്തു നിമിത്തം എല്ലാം ഗാബേജ്, റാബിഷ്, ചവറെന്നുണ്ട്. ഞാൻ ഇറങ്ങി അടി, ഇടി, തല്ല്, തൊഴി, പലവട്ടം, ഉറക്കിളപ്പ്, യാത്രകൾ, കള്ള സഹോദരന്മാരാൽ പല പ്രാവശ്യം വഞ്ചിക്കപ്പെട്ടു. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് വിവേചനപരമൊന്നും, വെളിപ്പാടും പ്രവചനമൊന്നും ഇല്ലായിരുന്നു. ഈ കൂടെ കൂടുന്നവരൊക്കെ നല്ലവരാണോ ചീത്തയാണോ എന്ന് വിവേചിച്ചറിയാനുള്ള വിവേചനപരമൊന്നും ഇല്ലേ? അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കും, കർത്താവിന് വിവേചനപരമൊന്നുമാണ്, ക്രിസ്തുവിന്, നമ്മുടെ യേശുവിന് വിവേചനപരമൊന്നുമില്ല. 12 തിരഞ്ഞെടുത്തു. കുറേ രാത്രിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടല്ലേ ഈ 12 തിരഞ്ഞെടുത്തത്. ഒരെണ്ണം യൂദാ ഇസ്കറിയോത്തെ കള്ളനാണെന്നും കക്കുന്നവനാണെന്നും മോഷ്ടിക്കുന്നവനാണെന്നും ഒറ്റക്കൊടുക്കുന്നൊക്കെ അറിയില്ലായിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ഇത് വിവേചനപരത്തിൻ്റെ കുറവോ കാര്യങ്ങളൊന്നുമില്ല. ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതാണ്, ചില കാര്യങ്ങൾ ജീവിതത്തിലൂടെ നാം പോകേണ്ടവരാണ്, ചില കഷ്ടതകളിലൂടെ പോയി വേണം നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ. ഇനി ആരെന്ത് പ്രസംഗം പറഞ്ഞാലും എനിക്ക് തോന്നുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, നാം അനേകം കഷ്ടതകളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരാകും. ഞാൻ കഷ്ടതകളെ പ്രൊമോട്ട് ചെയ്യുകയോ കഷ്ടതകളുടെ പ്രസംഗനായി ഒന്നും പറയുകയല്ല ഞാൻ ഈ പറയുന്നത്. ഐ എം നോട്ട് ഗ്ലോറിഫൈങ് സഫറിങ്സ്, ബട്ട് ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് അവർ ക്രിസ്ത്യൻ ഫെയ്ത്ത്, ഐ മീൻ ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. അതൊക്കെ ഉണ്ടെന്നേ, അതൊക്കെ പാക്കേജിൽ ഉണ്ടെന്നേ. ചില കഷ്ടതകൾ നമ്മൾ ആരും ഉണ്ടാക്കുന്നതല്ല, ചില കഷ്ടതകൾ ക്രിസ്തു നിമിത്തമാണ്, ചില കഷ്ടതകൾ നമ്മുടെ മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാണ്, ചില കഷ്ടതകൾ മറ്റുള്ളവർ നമ്മളെ ചതിക്കുന്നത് കൊണ്ടാണ്, നമ്മളെ മിസ്ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, നമ്മളെ അബ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നല്ലവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ദോഷം വരുന്നു? ദോഷികളും പാവികളുമായ പലരും അല്ലലില്ലാതെ ജീവിക്കുന്നു. എന്താ ബ്രദറേ? സമാധാനം പറ. ഈ ഭൂമിയിൽ പലപ്പോഴും നിർവചനങ്ങൾക്കപ്പുറത്ത്, വിശദീകരിച്ച് പറയാൻ കഴിയുന്നതിനപ്പുറത്ത് പലതും നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പുറകിൽ പലതും ഉണ്ട്. നമ്മളെല്ലാം അല്പമേ അറിയുന്നുള്ളൂ. വി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. എല്ലാം മനസ്സിലാകാതിരിക്കുമ്പോഴും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കാര്യാദികളെ ശരിയാക്കും, എന്നെ മുമ്പോട്ട് നടത്തും എന്ന് പറയാൻ കഴിയുന്നതാണ് വിശ്വാസം. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രയും നമ്മൾ ജീവിക്കേണ്ടത്. റോമാലേഖനം 1:17 പറയുന്ന നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. 2 കൊരിന്ത്യർ 5:7 പറയുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കും. നീതിമാന്റെ ഒരു ലക്ഷണമാണ് വിശ്വാസം. നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുന്നു. ഹി വിൽ കീപ്പ് ഓൺ ലിവിങ് ബൈ ഫെയ്ത്ത്.
സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്തിൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുക്കി പോകേണ്ടവരല്ല, മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, Blessing Today International Church ഒരുക്കുന്നു Glow 2024 Women's Conference on November 8th and 9th at Blessing Today International Church. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ കലണ്ടേഴ്സ് ഓൺ November 8th and 9th at Blessing Today International Church and we will see you there. ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ ആ വിശ്വാസിയുടെ ക്യാപിറ്റൽ, മൂലധനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്നാ ഉള്ളത്? ക്യാപിറ്റൽ പോയി, പൊളിഞ്ഞു, അടിസ്ഥാനങ്ങളെല്ലാം പോയി. ഓക്കെ, പ്രശ്നങ്ങൾ വരുമ്പോൾ വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വരാം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, പത്രോസ് വിശ്വാസ വീരനായതുകൊണ്ടാണല്ലോ ഈ കടല് അലറി വിളിച്ച് തിരമാലകൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശു തിരമാലകൾ മുകളിലൂടെ നടക്കുന്നത് കാണുമ്പോൾ പത്രോസിനൊരു കൊതി, എനിക്കൊന്ന് നടക്കണം കർത്താവിനോടൊപ്പം, വാ കം. അവനും നടന്നു, മുങ്ങിയപ്പോൾ കർത്താവ് പിടിച്ചു പൊക്കി. അവിശ്വാസിയായിരിക്കാതെ വിശ്വാസിയായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞു. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഫെയ്ത്ത്. പത്രോസിന്റെ വിശ്വാസം പെട്ടെന്ന് പോയി താണു, പക്ഷെ കർത്താവ് പിടിച്ചുയർത്തി. ചിലരോട് കർത്താവ് സംസാരിക്കുന്നു, അഥവാ ഒരല്പം വിശ്വാസം അങ്ങ് പോയി, കർത്താവ് തല്ലിക്കൊല്ലൊന്നുമില്ല, കർത്താവ് നശിപ്പിച്ച് കളയില്ല. പകരം കൈ നീട്ടി അവിടെ നിന്ന് പൊക്കിയെടുത്ത് തോണിയിൽ കയറ്റി എത്തേണ്ട തുറമുഖത്ത് എത്തിക്കുമെന്ന് ഞാനാ പറയുന്നത്. വചനത്തെ അടിസ്ഥാനമാക്കിയാ പറയുന്നത്. നിങ്ങളുടെ ജീവിതം വെള്ളത്തിൽ മുങ്ങി ചാകാനുള്ളതല്ല, നിങ്ങളുടെ ജീവിതം തീയിൽ വെന്ത് തന്തൂരിയായി പോകാനുള്ളതല്ലെന്ന് ഞാനാ പറയുന്നത്. വിളിച്ചൊരാളുണ്ടല്ലോ, ബൈബിൾ പറയുന്നത് വിളിച്ച ദൈവം വിശ്വസ്തൻ. നാം അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. ഹി കനോട്ട് ചേഞ്ച്. അല്ല, കള്ളം പറയാൻ ദൈവം മനുഷ്യനാണോ? വ്യാജം പറയാൻ അവൻ മനുഷ്യപുത്രനുമല്ല. അവന് കള്ളം പറയാൻ സാധ്യമല്ല. ഹിസ് ഗോഡ്. ഹി കനോട്ട് ടെൽ ലൈസ്. മനുഷ്യർ കള്ളം പറയുന്നത് പോലെ, അവസരവാദികളാകുന്നത് പോലെ, അവസരത്തിനൊത്ത് സ്റ്റേറ്റ്മെന്റുകൾ മാറ്റുന്നത് പോലെ ദൈവത്തിന് ചെയ്യാൻ പറ്റില്ല. ഹി ഈസ് നോട്ട് എ മാൻ ടു ലൈ. മനുഷ്യരുടെ സ്വഭാവമാണ് കള്ളം പറയാന്നുള്ളത്. പിശാചാണെങ്കിൽ അതിൻ്റെ അപ്പനാ. ബോഷ്ക്ക് പറയുന്നത് അതിൻ്റെ അപ്പനുമാണ്. പിശാച് ആദ്യം മുതലേ കള്ളനാണ്, തുടക്കം മുതലേ പുള്ളി അങ്ങനെ. വിട്ടേക്കാ കേസ്. എന്നാൽ നമ്മുടെ ദൈവം സത്യമാകുന്നു, സത്യവാനാകുന്നു. ഹീസ് ലൈറ്റ്, ഹീസ് ട്രൂത്ത്, ഹീസ് ലൈഫ്, ഹീസ് ലവ്. അങ്ങനെ ഒരു ദൈവത്തെ കാണാനല്ലേ കർത്താവ് നമ്മളെ സഹായിച്ചത്. ഓൾറൈറ്റ്. സോ ഞാൻ പറയാൻ വന്നത്, കർത്താവ് ഈ വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ പോലും കർത്താവ് നമ്മെ താങ്ങി നടത്തുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇങ്ങനൊരു ദൈവത്തെ നമുക്ക് അറിയാനിടയായത് തന്നെ എത്ര ഭാഗ്യമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഇപ്പോൾ വിശ്വാസത്തിൽ ഒരല്പം ഇടിച്ചിൽ വന്നിട്ടുള്ള ചിലരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ കർത്താവ് ഒരിക്കലും കൈവിടില്ല കേട്ടോ. ഉള്ളാരും ഞാൻ പറഞ്ഞു, കർത്താവ് ഒരിക്കലും നിങ്ങളെ കൈവിടില്ല, വീണ്ടും കയറ്റും. ഞാൻ കാണുന്നത് കാഴ്ച ആത്മാവിൽ കാണും. ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്വസിക്കുമെന്നറിയില്ല. ഒരു മൗണ്ടൻ കയറുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ചൂടുകൾ വെച്ച് മുകളിലേക്ക് കയറി you will reach the peak. You will reach the top of the mountain. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് കൊടി വീശും. The banner of victory. That is your future. That is your destiny. That is your destination. കർത്താവ് നിങ്ങളെ അവിടെ കൊണ്ടുപോയി
എത്തിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞേ, ഈ ദൈവം എൻ്റെ ദൈവം ലൈവ് ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഒരേ ആൾ തന്നെ, നിങ്ങൾ തന്നെ പല പ്രാവശ്യം ടൈപ്പ് ചെയ്തിടണം. ഈ ദൈവം എൻ്റെ ദൈവം. ദിസ് ഗോഡ് ഈസ് മൈ ഗോഡ്. പറഞ്ഞേ, ദിസ് ഗോഡ് ഈസ് മൈ ഗോഡ്. എല്ലാവരും ദിസ് ഗോഡ് ഈസ് മൈ ഗോഡ്. റൂത്തിന് എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. റൂത്ത് പഴയ നിയമത്തിൽ ന്യായാധിപന്മാർക്ക് ശേഷമാണ് റൂത്തിൻ്റെ പുസ്തകം കിടക്കുന്നത്. റൂത്ത് എന്ന് പറയുന്നൊരു മോവാബി പെൺകൊച്ച്, അറിയാലോ, നവമി എന്ന് പറയുന്ന ലേഡിയും അവളുടെ ഭർത്താവ് എൽക്കാന, അവർ ബത്ലഹേം എന്ന് പറഞ്ഞാൽ തന്നെ അപ്പത്തിൻ്റെ ഭവനമാണ്, ദ ഹൗസ് ഓഫ് ബ്രെഡ്. അവിടെ ക്ഷാമം വന്നപ്പോൾ മോവാബ് എന്ന് പറയുന്ന അയൽ ദേശത്തേക്ക്, ഒരു ഫോറിൻ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. നമ്മളിവിടുന്ന് ആളുകൾ കാനഡയിൽ പോകുന്നത് പോലെ, ഇവിടുന്ന് ആളുകൾ UK പോകുന്നത് പോലെ, ഇവിടുന്ന് ആളുകൾ ജർമ്മനിയിൽ പോകുന്നത് പോലെ മൈഗ്രേറ്റ് ചെയ്തു. എങ്ങോട്ട്? മോവാബിലേക്ക്. മോവാബിൽ ചെന്നപ്പോൾ അവിടെയും പ്രശ്നം. എൽക്കാന ഹസ്ബൻഡ് മരിച്ചു, 2 പിള്ളേരുണ്ടായിരുന്നു, 2 ആൺപിള്ളേരെ കല്യാണം കഴിപ്പിച്ചു. റൂത്ത്, ഓർപ്പ, 2 പെൺപിള്ളേര് വീട്ടിലേക്ക് കയറി വന്നു. ആരുടെയൊക്കെ കഥയാണ് ഞാൻ പറയുന്നത്. 2 ആമക്കൾ കല്യാണം കഴിച്ചു. ഒരു മരുമകളുടെ പേര് റൂത്ത്, മറ്റേതിൻ്റെ പേര് ഓർപ്പ. മഹ്ലോൻ, കില്ലിയോൻ 2 മക്കളാണ്. ഇത് റൂത്തിൻ്റെ പുസ്തകത്തിലുണ്ട്, ആദ്യത്തെ അധ്യായത്തിലുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില പെടുമരണങ്ങൾ നടക്കാൻ തുടങ്ങി. എൽക്കാന വീട്ടിൽ അപ്പം മരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മോൻ മരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു മോൻ കൂടി മരിച്ചു. 3 ആണുങ്ങളും 3 സ്ത്രീകളും ഉള്ള ആ വീട്ടിൽ 3 ആണുങ്ങളും അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ആരാ? 3 വിധവമാർ. 3 widows house, 3 widows cottage. ആണും തൂണും ഇല്ലാത്ത ഭർത്താക്കന്മാർ, അപ്പന്മാര് ഇല്ലാത്ത. ഞാൻ ഇത് സംസാരിക്കുമ്പോൾ ആണുങ്ങൾ വാഴാത്ത വീടാണിത് എന്ന് പറയുന്ന ചില വീടുകൾ എന്നെ കേൾക്കുന്നുണ്ട്. പുരുഷന്മാരൊക്കെ മരിച്ചു പോകും. ആരെങ്കിലും ഉണ്ടോ? ഹലോ? അങ്ങനെ എൻ്റെ ഉള്ളിൽ വരുന്നു. ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിൽ വരുന്നു. ആണുങ്ങൾ വാഴാത്ത വീടാണ് എന്ന് പറയുന്ന ഏതെങ്കിലും വീടുണ്ടെങ്കിൽ നിങ്ങൾക്കും കൊണ്ടൊരു ഭാവി, നിങ്ങൾക്കും കൊണ്ടൊരു ഉയർച്ച, നിങ്ങൾക്കും ചില തലമുറകളുണ്ടാവും. ഞാനാ പറയുന്നത്, കർത്താവിൽ ആശ്രയിച്ച പറയുന്നത്. എൻ്റെ സ്വന്തം ഇതിൽ ധിക്കരിച്ച് അഹങ്കരിച്ച് പറയുമല്ല, കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കും ഉണ്ടാകും ഒരു ജീവിതം. അങ്ങനെയുള്ള ഭവനങ്ങളോട് ഞാൻ പറയാം. ഓക്കെ, അതിനു മുമ്പ് ഈ കഥ പറഞ്ഞു തീർക്കട്ടെ. ഈ 3 സ്ത്രീകൾ മാത്രം, 3 വിധവന്മാർ. ഇപ്പോൾ കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ നവമി ഭക്തയായ സ്ത്രീയാണേ, പ്രാർത്ഥനക്കാരിയാണേ, വർഷങ്ങളായി പ്രാർത്ഥിക്കും, വേദപുസ്തകമൊക്കെ വായിച്ച് സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും ഉച്ചക്ക് പ്രാർത്ഥനയും ഉപവാസ പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും പോകുന്നൊരു ലേഡി, ഭക്തിയായ സ്ത്രീ. ആ വീട്ടിലാണ് ഈ പെടുമരണങ്ങൾ നടക്കുന്നത്. അങ്ങനെയുള്ള കാഷ്വാലിറ്റീസ് ഉള്ള ഒത്തിരി പ്രാർത്ഥന ഇതൊക്കെ ഉണ്ടായിട്ടും ചിലത് നടന്നു എന്ന് പറയുന്ന വീടുകളുണ്ടോ? കേട്ടോ, ബാക്കി കേൾക്ക്. അമ്മ പെൺപിള്ളേർ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, എനിക്കിനി ആൺപിള്ളേരില്ല. നിങ്ങളിനി വെയിറ്റ് ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. നിങ്ങൾ നിങ്ങൾ സ്വന്തം നാട്ടിലേക്ക് പോകും, സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോൾ അവിടെ ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ കല്യാണം കഴിച്ച് നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകട്ടെ. എന്നോടൊപ്പം വെറുതെ പാർത്തിട്ട് കാര്യമില്ല. ഇത് കേട്ടതോടുകൂടി 2 പെൺപിള്ളേരല്ലേ, ഓർപ്പ, റൂത്ത്. ഓർപ്പ പറഞ്ഞു, ഓക്കെ മമ്മി, ഞാൻ പോവാ. മമ്മി ലഗേജെല്ലാം പാക്ക് ചെയ്തു, എല്ലാ ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡിയായിട്ട് നവമി എന്ന നല്ല അമ്മാവിയമ്മയെ കെട്ടിപ്പിടിച്ചു. അവൾ പറഞ്ഞിട്ടുണ്ട്, ഉറപ്പ ചുംബിച്ച് പിരിഞ്ഞു പോയി. പക്ഷെ മറ്റേ മോള് റൂത്ത് പറയാ, അമ്മ, ഐ വാച്ച്ഡ് യുവർ ലൈഫ്. എന്നെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സമയം മുതൽ ഞാൻ അമ്മയെ നോക്കുക. യു ആർ എ പ്രയർഫുൾ ലേഡി. ആൺപിള്ളേർ മരിച്ചിട്ടും അമ്മാവിയമ്മ പോര്, അതിനു മുമ്പും അതിനുശേഷവും അമ്മാവിയമ്മ പോരെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിട്ടില്ല. ഐ നോ യുവർ ലവ് and I know that all this is because of your God. You're a prayerful lady. You fast, you pray. ഞാൻ എൻ്റെ ഇമാജിനേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ, ഇതെല്ലാം ബൈബിളിലില്ല. പക്ഷെ
അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിസ്തരിച്ച് പറയുക. അമ്മ ഇവിടെ പ്രാർത്ഥനയെല്ലാം ഞങ്ങൾ കേൾക്കാറുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. അമ്മ ഞങ്ങളുടെ എല്ലാം പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ റൂത്ത് മോൾക്കൊരു ഒരു ഭാവി കൊടുക്കണമേ, അവർക്കൊരു തലമുറ ഉണ്ടാകട്ടെ. കർത്താവേ, നീ എൻ്റെ ഭർത്താവിനെയും മക്കളെയും തിരിച്ചു വിളിച്ചു. എങ്കിലും ഈ കുട്ടികൾക്ക് കർത്താവ്, ഈ 2 പെൺപിള്ളേർക്ക് ഭാവി കൊടുക്കണേ അപ്പ. ഞാൻ മുഖാന്തരം അവര് കഷ്ടം അനുഭവിക്കല്ലേ, അവർക്കൊരു ഭാവി കൊടുക്കണേ അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന എല്ലാ റൂത്ത് കേൾക്കും. റൂത്ത് പറഞ്ഞു, അമ്മ, ഞാനൊരു തീരുമാനം എടുക്കുക. യുവർ ഗോഡ് ഇസ് മൈ ഗോഡ്. അമ്മയുടെ ദൈവം എൻ്റെ ദൈവമാണ്. നമ്മൾ ഇന്ന് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ഏറ്റുപറയുന്നു എന്ന് പറയുന്ന പോലെ അവൾ പറയുക, അമ്മയുടെ ദൈവം എൻ്റെ ദൈവം. അമ്മയുടെ ആളുകൾ എൻ്റെ ആളുകൾ, ദൈവമക്കൾ, അവർ മതി എനിക്ക്. അമ്മ എവിടെ പോകുന്നു അവിടെ ഞാൻ വരും, അമ്മ എവിടെ പാർക്കുന്നു അവിടെ ഞാൻ പാർക്കും. ഐ ഹാവ് ടേക്കൺ എ ഡിസിഷൻ നോട്ട് ടു ഗോ ബാക്ക്. മോവാബിലേക്ക്, എൻ്റെ വീട്ടിലോട്ട്, ആ വിഗ്രഹങ്ങളിലേക്ക്, അന്യ ദൈവങ്ങളിലേക്ക്, മിഥ്യാമൂർത്തികൾ ഞാൻ ഇനി പോകുന്നില്ല. ബിക്കോസ് ഐ കെയിം ടു നോ ദ ട്രൂത്ത്, ദ ട്രൂ ഗോഡ് ത്രൂ യു. ഐ വിൽ സ്റ്റിക്ക് വിത്ത് യു. അങ്ങനെ അവർ ഒരുമിച്ച് ബത്ലഹേമിൽ വരുന്നു. പിന്നീടുണ്ടായ കഥ, വാവ്, എൻ്റെ രോമങ്ങളൊക്കെ എഴുന്നേൽക്കുക. റൂത്ത് അവിടെ ബത്ലഹേമിൽ എത്തുന്നു. അവിടെ ഒരു വയലിൽ, ബോവസ് എന്ന് പറയുന്ന ഒരാളുടെ വയലിൽ കാലാപെറുക്കൻ എന്ന് പറഞ്ഞാൽ കൊയ്ത്ത് കഴിഞ്ഞ് അവളുടെയൊക്കെ കിടക്കുന്ന അരിമണിയും കതിരൊക്കെ പെറുക്കാൻ വേണ്ടി നടന്നു. പക്ഷേ പിന്നീട് ആ ബോവസ് ഇവളെ വീണ്ടെടുക്കുന്നു. ബോവസിൻ്റെ ഭാര്യയായി റൂത്ത് മാറുന്നു. ഒരു സമയത്ത് അവൾ അവിടെ കാലാപെറുക്കി നടക്കുന്ന, എന്ന് വെച്ചാൽ പരദേശിയെ പോലെ ഭിക്ഷ എടുത്ത് നടക്കുന്ന പോലെ നടന്നവൾ വയലുടമയുടെ ഭാര്യയായി മാറുന്നു, വലിയ സ്വത്തിനുടമയായി മാറുന്നു. ബോവസിനും റൂത്തിനും കൂടെ മക്കൾ ജനിക്കാൻ തുടങ്ങുന്നു. ആ തലമുറയിൽ നിന്ന് യേശു ജനിച്ചു. വൗ വൗ. അതാ ഞാൻ പറഞ്ഞത്, ആണുങ്ങൾ നിലനിൽക്കുന്നില്ല, ആണുങ്ങൾ മരിച്ചു പോകുന്നു. ഇത്ര വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, ഇത്ര വയസ്സിലൊക്കെ തട്ടിപ്പോകുന്നു. ആണുങ്ങൾ വാഴാത്ത വീടാണെന്നൊക്കെ പറയുന്ന ചില വീടുകളെ നോക്കി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രവചിക്കുന്നു, നിങ്ങൾക്ക് കൊണ്ടൊരു ഭാവി. കർത്താവ് ചില കാര്യങ്ങളെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് നല്ലൊരു ഭാവിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നേ, അല്ലെങ്കിൽ ഞാനിത് പറയില്ലെന്ന്. Wow, we are serving an amazing God. Thank you, Jesus. കൈനീട്ടാമോ? ഇത് കേൾക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇതിൽ തന്നെ ട്രീസ അല്ലെങ്കിൽ ത്രേസ്യ എന്നൊക്കെ പേരുള്ള ചില അമ്മമാർ, അവരുടെ വീടുകൾ, അവിടെയൊക്കെ കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യുന്നത് പോലെ കുഴഞ്ഞ ചില കേസുകൾ, കുഴഞ്ഞ ചില പ്രശ്നങ്ങളെ കർത്താവ് നേരെയാക്കുന്നത് പോലെ ഒക്കെയും പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്. താങ്ക് യു ജീസസ്. ബ്രസ്റ്റിൽ മുഴയുള്ള ഒരു സഹോദരിയെ കർത്താവ് തൊടുന്നു, സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. ഭർതൃഗൃഹത്തിൽ വല്ലാതെ ആ ഭർതൃ വീട്ടുകാരാൽ പീഡിപ്പിക്കപ്പെടുന്ന ചില സഹോദരിമാരെ കർത്താവ് ഇന്ന് ആശ്വസിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ കർത്താവ് നടപടിയായിട്ടെടുക്കും എന്നുള്ളത് ഉള്ളിൽ ഉറച്ചു വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവസ്ഥകൾ മാറട്ടെ. ഈ സ്ത്രീധനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ പൈസയുടെ അവകാശത്തിൻ്റെ ഒക്കെ പേരിൽ പീഡനങ്ങൾ നടക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ ഞാൻ നോക്കി പറയുക, സ്റ്റോപ്പ് ഇറ്റ് ഇൻ ജീസസ് നെയിം. നിർത്തിക്കോ ആ പരിപാടി, നിർത്തിക്കോ. കാരണം ദൈവം എപ്പോഴും അടങ്ങിയിരിക്കില്ല കേട്ടോ. ചില ആക്ഷനുകൾ ദൈവം എടുത്തുനിന്നിരിക്കും. അതുകൊണ്ട് ആ പരിപാടിയൊക്കെ നിർത്തിക്കോ. സമാധാനത്തോടെ കെട്ടി വന്ന മക്കളാകട്ടെ, സ്വന്തം മക്കളാകട്ടെ, സമാധാനത്തോടെ ജീവിക്കുക, സമാധാനം ആചരിക്കുക, ദൈവഭയത്തിൽ ജീവിക്കുക. കേട്ടല്ലോ, ഞാൻ അല്പം കടുപ്പിച്ച് ഞാൻ പറയുന്നത്. അങ്ങനത്തെ പരിപാടി എല്ലാം അവസാനിപ്പിച്ചു. ദൈവത്തിൻ്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അങ്ങനെയുള്ള പീഡനങ്ങൾ എല്ലാം നിർത്തിക്കൂ. പെൺകുട്ടികളെ പീഡിപ്പിക്കരുത്, ആൺകുട്ടികളെ പീഡിപ്പിക്കരുത്, കുത്തുവാക്കുകൾ പറയരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊടുക്കരുത്. നോ, സ്റ്റോപ്പ് ഇറ്റ്. എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ, ആസ്മ വിട്ടുമാറട്ടെ, ഫൈൽസ് രോഗം സൗഖ്യമാകട്ടെ. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നു ഇൻ ജീസസ് നെയിം. ആമേൻ. താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.
നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്തിൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങി പോകേണ്ടവരല്ല, മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, Blessing Today International Church ഒരുക്കുന്നു Glow 2024 Women's Conference on November 8th and 9th at Blessing Today International Church. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ calendars on November 8th and 9th at Blessing Today International Church and we will see you there.